നമസ്കാരം, ഫോർട്ടുഗ ന്യൂസിലേക്ക് സ്വാഗതം. റാഫേലെ ടെന്റുകളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ക്രൂരതയ്ക്കെതിരെ വലിയ പ്രതിഷേധ ക്യാമ്പയിനാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ട്വിറ്ററിൽ ഇസ്രായേൽ സൈന്യം കൊന്നുകളഞ്ഞ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ഹൃദയഭേദകമായ ചിത്രങ്ങളും വീഡിയോകളുമാണ് പ്രചരിക്കുന്നത്. ആ കൊടും ക്രൂരതയ്ക്ക് ഇസ്രായേൽ ശിക്ഷിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് റാഫേലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാരംഭിച്ച ഒരു ക്യാമ്പയിൻ ഓൾ ഐസ് ഓൺ റാഫ എന്ന പോസ്റ്ററാണ് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത്. രാഷ്ട്രീയക്കാരും സിനിമ, ഫുട്ബോൾ താരങ്ങളും യുവാക്കളും വിദ്യാർത്ഥികളും അടക്കം മിക്കവരും സ്റ്റോറിയാക്കി പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ട്വിറ്ററിൽ പ്രചരിക്കുന്ന വീഡിയോകളും ഇസ്രായേലിന്റെ ക്രൂരത വെളിപ്പെടുത്തുന്നതാണ്. വെടിയുണ്ട തുളച്ചുകളഞ്ഞ കുഞ്ഞിന്റെ തലയും പിടിച്ചു നിൽക്കുന്ന രക്ഷാപ്രവർത്തകരും കഴുത്തറ്റുപോയ ഉടലിൽ ബാക്കിയായ കുഞ്ഞുമകളുടെ ശരീരം ചേർത്തു പിടിച്ചു നിൽക്കുന്ന പിതാവും ബോംബുകൾ തുപ്പിയ തീയിൽ വെന്ത് നീറിപ്പോയ കുഞ്ഞുടലുകൾ പിടിച്ച് അലമുറയിട്ട് കരയുന്ന മാതാപിതാക്കളുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ട്വിറ്ററിൽ വൈറലാകുന്നത്. വെന്തുമരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ഗർഭിണികളും ഇതിൽ ഉൾപ്പെടും. നിരവധി കുട്ടികളുടെ ചിന്നിച്ചിതറിയ ശരീരങ്ങൾ സ്ഥലത്ത് നിന്നും കിട്ടിയെന്ന് രക്ഷാപ്രവർത്തകരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. കത്തിക്കരിഞ്ഞ ശരീരങ്ങൾ, ചിന്നിച്ചിതറിയ കൈക്കാലുകൾ, പൊള്ളലേൽക്കുകയും അംഗവിഹീനകരാകുകയും ചെയ്ത കുട്ടികളും സ്ത്രീകളും വയോധികരുമാണ് എല്ലായിടത്തും. റാഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകളാണ് എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം റാഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ വിട്ടുമാറാത്ത നിരവധി പേരാണ് അവിടെയുള്ളത്. ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയയിൽ നിന്ന് കുടുംബത്തോടൊപ്പം റാഫേലേക്ക് പലായനം ചെയ്തതായിരുന്നു മിക്കവരും. UN സംരക്ഷണമുള്ള മേഖല സുരക്ഷിതമാണെന്നായിരുന്നു ആക്രമണം നടക്കുന്നതിന് തൊട്ടു മുൻപ് വരെ എല്ലാവരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ വിശ്വാസങ്ങളെയൊക്കെ തല്ലിക്കെടുത്തിയാണ് ഇസ്രായേലിലെ അതിദാരുണമായ ആക്രമണം ഉണ്ടായത്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു അന്താരാഷ്ട്ര കോടതിയുടെ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച് റാഫേൽ ഇസ്രായേൽ നരനായാട്ട് നടത്തിയത്. റാഫേലെ സുരക്ഷിത മേഖലയായി കണക്കാക്കപ്പെടുന്ന തൽ അൽ സുൽത്താനിൽ രാത്രി 8:45 ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു അഭയാർത്ഥി ക്യാമ്പ് അപ്പാടെ കത്തിച്ചാമ്പലായി. 45 പേരാണ് ആക്രമണത്തിൽ വെന്തുമരിച്ചത്. 249ഓളം പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നു. വെന്തുമരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമായിരുന്നുവെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്തവരാണ് തൽ അൽ സുൽത്താനിൽ ടെന്റ് കെട്ടി താമസിക്കുന്നത്. ഇവർക്കുമേലാണ് ഇസ്രായേൽ 907 കിലോഗ്രാം ഭാരമുള്ള ബോംബുകൾ വർഷിച്ചതെന്ന് ഗാസ മീഡിയ ഓഫീസ് പറഞ്ഞു. മേഖലയിൽ UN അംഗീകാരമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടക്കുന്ന 10ാമത്തെ ആക്രമണമാണിത്. ഈ നരനായാട്ടിന് ഇസ്രായേൽ കണക്ക് പറയുക തന്നെ ചെയ്യണം. ഒരിക്കലും പൊറുക്കാൻ പോലും പറ്റാത്ത വലിയ ക്രൂരതയാണ് സാധാരണക്കാരായ ജനങ്ങളോട് ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തു കൂട്ടിയിട്ടുള്ളത്.